നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശമംഗലം തലശ്ശേരി സെന്ററിന് സമീപം സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്ക്. തലശ്ശേരി സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ 63 വയസ്സുള്ള അബൂബക്കറിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന അബൂബക്കറിനെ നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ തളി മഹാദേവ ക്ഷേത്രത്തിന് 21 ലക്ഷം രൂപ. ചേലക്കര മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ് തളി ക്ഷേത്രം സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പം പ്രോജക്ട് എഞ്ചിനീയർ രാഹുൽ VR, KIDC കോൺട്രാക്ടർ ലാൽബൻ എന്നിവരും ഉണ്ടായി. ക്ഷേത്രം സെക്രട്ടറി CK മാധവൻ നായർ, ഖജാൻജി KN കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം കോർഡിനേറ്റർ CK വിനോദ് എന്നിവരും സന്നിഹിതരായിരുന്നു. ശൗചാലയ സംവിധാനം, ഇരിപ്പിടങ്ങൾ, സൂചനാ ബോർഡുകൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം എന്നിവയ്ക്കായി 21 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വിളയൂരിൽ ബുധനാഴ്ച ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിക്കും. ഓരോ സമയം വീട്ടുമുറ്റങ്ങളിൽ 150ഓളം ശുചിത്വ സഭകൾ ചേരും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒക്ടോബർ 2-നാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ ഒരുക്കുന്നത്. രോഗാതുരത കുറയ്ക്കാൻ ഒരു ജനകീയ മുന്നേറ്റം എന്ന ലക്ഷ്യമിട്ടാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 150 വീട്ടുമുറ്റങ്ങളിൽ ഒരേ സമയം ആരോഗ്യ ശുചിത്വ മഹാസഭ ഒരുക്കും. വൈകുന്നേരം 3 മണി മുതലാണ് മഹാസഭ ആരംഭിക്കുക. പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട ശുചിത്വ പ്രവർത്തനങ്ങളെക്കുറിച്ച് മഹാസഭയിൽ ചർച്ച ചെയ്യും. കുടുംബശ്രീയുടെയും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും കുറയ്ക്കുവാനും വേണ്ടിയുള്ള മഹത് ശ്രമം കൂടിയാണ് ആരോഗ്യ ശുചിത്വ മഹാസഭ. സമ്പൂർണ്ണ ശുചിത്വ പരിപാടികൾ, സമ്പൂർണ്ണ ആരോഗ്യം എന്നീ 2 ജീവൽ പ്രശ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സഭ സംഘടിപ്പിക്കുന്നതെന്നും ഇവർ അറിയിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ബൃഹത്തായൊരു പദ്ധതിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ എല്ലാ വീട്ടുമുറ്റത്തേക്കും, അതായത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 160ഓളം മഹാസഭകൾ, ശുചിത്വ മഹാസഭകളാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പൊതുജന ആരോഗ്യ സംരക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, പിന്നെ വിദ്യാർത്ഥികൾ, ഇങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്ടോബർ 2-ന് 160 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത്. അയൽപ്പക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. 5000 കുടുംബങ്ങളാണ് ഒരേ സമയം ഈ മഹാസഭയിൽ പങ്കാളികളാകുക. ഇവരിൽ ആവശ്യകത ബോധം ഉണർത്തുന്നതിന് 150ഓളം റിസർച്ചർമാരും ഉണ്ടായിരിക്കും. ഇവർക്ക് നേരത്തെ തന്നെ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഇതൊരു ദിവസം, നാളെ ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് നമ്മൾ ഒരു കുറേ കാലത്തേക്ക് ആളുകളിൽ മെച്ചപ്പെട്ട ആരോഗ്യശീലങ്ങൾ ഉണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം വ്യക്തി ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും, ഇങ്ങനെ വലിയൊരു ലക്ഷ്യമാണ് നമ്മളിതിന് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്ക് ആരോഗ്യ പരിശോധന കൃത്യമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല, ക്യൂർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് എല്ലാവരിലും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തുക. അതുപോലെ എല്ലാവരിലും ആരോഗ്യ വിദ്യാഭ്യാസം, പല ആളുകൾക്കും അറിവുണ്ട്, അറിവില്ലാത്ത ആളുകളില്ല, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്കൊരു ബോധം ഉണ്ടാക്കുക. കൃത്യമായ വ്യായാമം, കൃത്യമായ ചിട്ടകളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി അതിൽ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം ഓരോ വീടുകളിലും വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ സാമൂഹിക ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുക. അതിനുവേണ്ടി നിരവധി പദ്ധതികൾ, പ്രോജക്റ്റുകൾ പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AM നാരായണൻ, CDS ചെയർപേഴ്സൺ അമ്പിളി, ഹെഡ് ക്ലർക്ക് PS പ്രേമചന്ദ്രൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാല ആക്കുമെന്നും ഇത് ലോക സാംസ്കാരിക ടൂറിസത്തിന് അനന്ത സാധ്യതയേകുമെന്നും മന്ത്രി സജി ചെറിയാൻ. കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും കൂത്തമ്പലത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് അനന്ത സാധ്യതയാണ് തുറക്കുക. ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതും കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു.
കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൺകുഞ്ഞുങ്ങൾക്കുള്ള ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് 250 കുഞ്ഞുങ്ങൾക്കാണ് താമസിക്കാനുള്ള സൗകര്യം. ഹോസ്റ്റൽ കെട്ടിടത്തെ പറ്റി ഇവിടെ പറഞ്ഞു. നടുമുറ്റം, സാധകം ചെയ്യുന്നുള്ള പ്രത്യേക സ്ഥലം, ലിഫ്റ്റ്, എല്ലാ സംവിധാനങ്ങളും എല്ലാ സംവിധാനമുണ്ട്. വേണ്ടേ? വേണ്ടെന്ന് എല്ലാ സംവിധാനത്തോടും കൂടി ഇനി പണിയത്തുള്ളൂ. എല്ലാ ചെറിയ സംവിധാനത്തോടും പണിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുകൂടാതെ മുകളിലത്തെ നിലയിൽ വിദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥിനികൾക്ക് താമസിക്കുന്നതിനുള്ള ഇന്റർനാഷണൽ ലെവലുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്കും ആ സൗകര്യങ്ങൾ ലഭ്യമാകും, കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ കുഞ്ഞുങ്ങൾക്കുള്ള, പെൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഹോസ്റ്റലാണ് ഇവിടുന്ന് തറക്കല്ലിടുന്നത്. അപ്പോൾ അതിൻ്റെ തറക്കല്ലി കർമ്മം ഞാൻ നിർവഹിച്ചത് അറിയിക്കുകയാണ്. എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട്. അക്കാദമിക്കായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. കലാപ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ്, കല പഠിക്കേണ്ട ആവശ്യമാണ്. ഒപ്പം അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി യൂണിവേഴ്സിറ്റി നേതൃത്വം പരിശോധിക്കണം. യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ്ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് മന്ത്രി കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു, വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ AB സതീഷ്, K രവീന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ സ്വാഗതവും ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമുവൽ നന്ദിയും പറഞ്ഞു. നമ്മുടെ ഇന്റർനാഷണൽ അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് വിദേശത്തു നിന്നും ചില ഷോർട്ട് ടേം കോഴ്സുകൾക്കായിട്ട് കുട്ടികളെ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരിയോടുകൂടി അങ്ങനെയുള്ള ഒരു കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സ് തീർക്കാമെന്ന് കരുതുന്നു. അപ്പോൾ മാർക്കും ജൂൺ ജൂലൈ സമയങ്ങളിൽ അവർക്ക് ഇവിടെ വന്നിട്ട് 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സെമസ്റ്ററിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ, പേരൻ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി ആ ക്രെഡിറ്റ് അവിടെ ചേർക്കാവുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രാവലിംഗ് സെമിനാർ, അതായത് നമ്മുടെ കേരളത്തിലെ പെർഫോമൻസ് ഡെസ്റ്റിനേഷനുകളിൽ എത്തിയിട്ട് അതിൻ്റെ നാച്ചുറൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഒരു അവതരണത്തെ കണ്ടു പഠിക്കാം, അതിനെ നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു കല എങ്ങനെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ പാരമ്പര്യ ചുറ്റുപാടിൽ നിലനിൽക്കുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കാനും അതിൽ ഗവേഷണം നടത്താനും പഠിക്കാനുമുള്ള സൗകര്യമെന്ന രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ട്രാവലിംഗ് സെമിനാർ നമ്മൾ ഫെബ്രുവരിയിൽ തുടങ്ങുന്നുണ്ട്. അതിൽ തെക്ക് പടയണി മുതൽ വടക്ക് തെയ്യം വരെ. CCTV ന്യൂസ് തളി. പട്ടാമ്പിയിൽ CPM ലോക്കൽ സമ്മേളനങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. മുതുതല ലോക്കൽ സമ്മേളനത്തോടെയാണ് തുടക്കം. 27-ന് ഓങ്ങല്ലൂർ സമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനങ്ങൾ സമാപിക്കും. നവംബർ 1-ന് ഏരിയ സമ്മേളനം നടക്കും. സെപ്റ്റംബർ മുതലാണ് CPM സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. പട്ടാമ്പി ഏരിയ കമ്മിറ്റി കീഴിൽ 295 ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത്. ഇവിടങ്ങളിലെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. 15 ലോക്കൽ കമ്മിറ്റികളാണ് ഏരിയ കമ്മിറ്റി കീഴിലുള്ളത്. ആദ്യ ലോക്കൽ സമ്മേളനം നാളെ മുതുതല കാരക്കൂത്ത് നടക്കും. ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3-ാം തീയതി പെരുമുടി ലോക്കൽ സമ്മേളനം നടക്കും. ഇത്തവണ ഏരിയ സമ്മേളനം മുതുതലയിലായതിനാൽ ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റാലികൾ ഉണ്ടാവില്ല. ഒക്ടോബർ 27-ഓടെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാകും. നവംബർ 1-2 തീയതികളിൽ മുതുതലയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യ ഏരിയ സമ്മേളനം നടക്കുന്നതും പട്ടാമ്പിയിലായിരിക്കുമെന്നും ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാ മേഖലകളെയും സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ ഉണ്ടാകുകയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പട്ടാമ്പിയിൽ 295 ബ്രാഞ്ചുകളുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ് പട്ടാമ്പിയിലെ പാർട്ടി സഖാക്കൾ വളരെ നല്ല രാഷ്ട്രീയപരമായ ചർച്ച, സംഘടനാപരമായ ചിട്ടപ്പെടുത്തൽ, ബഹുജന പ്രശ്നങ്ങളിൽ ഇടപെടൽ, ബഹുജന പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങളെല്ലാം ബ്രാഞ്ചുകളിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കുകയാണ്. ഇനി നാളെ മുതൽ പാർട്ടി ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതുതല ലോക്കൽ സമ്മേളനമാണ്, മറ്റന്നാൾ പെരുമുടി ലോക്കൽ സമ്മേളനമാണ്. ഈ 2 സമ്മേളനങ്ങളും കഴിഞ്ഞാൽ ഈ 2 സമ്മേളനങ്ങളിലും വളണ്ടിയർ മാർച്ചോ പ്രകടനമില്ല. കാരണം അവിടെയാണ് ഏരിയ സമ്മേളനം എന്നതുകൊണ്ട്. പിന്നീട് 7-8 തീയതികളിൽ മരുതൂരിൽ ലോക്കൽ സമ്മേളനം നടക്കുകയാണ്. ഒരു ദിവസം പ്രതിനിധി സമ്മേളനവും പിറ്റത്തെ ദിവസം വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനമാണ്.
അങ്ങനെ ഓങ്ങല്ലൂരിൽ 26, 27 തീയതികളിൽ ആണ് ലോക്കൽ സമ്മേളനം. അതോടുകൂടി ലോക്കൽ സമ്മേളനങ്ങളും അവസാനിക്കും. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. മിക്ക ബ്രാഞ്ചുകളിലും യുവാക്കളാണ് സെക്രട്ടറിമാരെ എത്തിയിട്ടുള്ളത്. ലോക്കൽ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വരുൺകുമാർ, ജേക്സി തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഏരിയ സമ്മേളനത്തിൽ എം സ്വരാജും പങ്കെടുക്കും. ചെറുതുരുത്തി പൊന്നാനി റോഡിൽ പുതുശ്ശേരി മുതൽ ഒലിച്ചു വരെയുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പള്ളം സെന്ററിൽ നടന്ന ധർണ ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആവശ്യപ്രകാരമാണ് ഈ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് ജനങ്ങളുടെ നികുതിപ്പണം അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാതെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ റോഡിന്റെ പേരിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾക്ക് സാക്ഷ്യമായിക്കൊണ്ട് പാർട്ടിയും പ്രവർത്തകരും ഈ പ്രദേശവാസി ചൂണ്ടിക്കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത് വസ്തുനിഷ്ഠമായി തന്നെയാണ് പ്രതിപാദിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും ആലോചിക്കണം, കഴിഞ്ഞ 5 വർഷക്കാലമായി അല്ലെ, ലക്ഷ്മണേട്ടന്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു നിർമ്മാണ പ്രവൃത്തി അത് ടെൻഡർ ക്ഷണിക്കുകയും അതിന് മുന്നോടിയായി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം മണ്ഡലത്തിന്റെ ചുമതലയുള്ള DCC സെക്രട്ടറി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ധർണയിൽ പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ, സൈദലവി പാറയ്ക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K പ്രേമൻ, ബ്ലോക്ക് സെക്രട്ടറി മുസ്തഫ തലശ്ശേരി, ഷറഫുദ്ദീൻ തങ്ങൾ, വാർഡംഗങ്ങളായ സലാമാഷ്, സന്ധ്യ ടീച്ചർ, നസീറ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഷിഹാബ്, ഹക്കീം തലശ്ശേരി, നൌഷാദ്, മനോജ്, മജീദ്, ഗോപൻ, സുബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് തളി. സ്വച്ഛതാ ഹി സേവ 2024 പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളെ കുടുംബശ്രീ ഹാളിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് അനുമോദിച്ചു. പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV നിത, ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സാജിദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിവിൻ CD, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ, വാവനൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിനെ മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യം എന്ന ഈ ദുർബോധത്തിൽ നിന്ന് നാം വിമുക്തി നേടേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം 2025 മാർച്ച് 31. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ നാട് സമ്പൂർണ്ണ മാലിന്യമുക്ത നാടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വളരെ ശ്രമകരമായ ചുവടുകൾ നമ്മൾ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നേറേണ്ടതായിട്ടുണ്ട്. ആദ്യം ആ ലക്ഷ്യം നമുക്ക് സാധിക്കാൻ നമുക്ക് കൈവരിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം നമ്മുടെ നാട്. മകൾക്കൊപ്പം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന വീട്ടമ്മ മരണത്തിന് കീഴടങ്ങി. ഞാങ്ങാട്ടിരി സ്വദേശിനി പന്തല്ലൂർ വീട്ടിൽ ശിവശങ്കരന്റെ ഭാര്യ ശോഭനയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മരണം. ആഗസ്റ്റ് 17-നാണ് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ശോഭനയെയും മകൾ ശില്പയെയും കാർ ഇടിച്ച് തെറിപ്പിച്ചത്. ആഗസ്റ്റ് 17 ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. മകളെ ബസ് കയറ്റാനായി ഞാങ്ങാട്ടിരിയിൽ എത്തിയതായിരുന്നു അമ്മയും മകളും. ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇരുവരെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ മകൾ ശില്പയ്ക്കും പരിക്കേറ്റിരുന്നു. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി
ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ 40ാം വാർഷിക സമ്മേളനം നടന്നു. ചെറുതുരുത്തി യൂണിറ്റ് സമ്മേളനത്തിൽ ആദ്യമായി ഉണ്ടായ സ്ത്രീ സാന്നിധ്യം ശ്രദ്ധേയമായി. ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ദൃശ്യം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി പ്രശാന്ത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനിൽകുമാർ കണക്ക് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി, സ്പോർട്സ് കോർഡിനേറ്റർ രാഹുൽ കല്ലമ്പാറ, അത്താണി യൂണിറ്റ് പ്രസിഡന്റ് വിനയൻ, പ്രണവ് ലെൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഫോട്ടോഗ്രാഫിയിൽ അവാർഡ് നേടിയ മണി ചെറുതുരുത്തിയെയും റഷീദ് കുഞ്ഞോളയെയും മൊമൻറ്റോ നൽകി ആദരിച്ചു. ജോയിന്റ് സെക്രട്ടറി ലിൻഡോ ആൽഫ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് പുതുശ്ശേരി നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ലാ രക്തദാന കോർഡിനേറ്റർ PV മുരളി നേതൃത്വം നൽകി. പുതിയ യൂണിറ്റ് പ്രസിഡന്റായി ലിൻഡോ ആൽഫ, ചെറുതുരുത്തി യൂണിറ്റിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ സെക്രട്ടറിയായി റംലത്തിനെയും തെരഞ്ഞെടുത്തു. ട്രഷററായി റഷീദ് കുഞ്ഞോൾ, മേഖലാ ഭാരവാഹികളായി ഷാജി ലെൻസ്മാൻ, സുബിൻ ചെറുതുരുത്തി, മണി ചെറുതുരുത്തി എന്നിവരെയും തെരഞ്ഞെടുത്തു. മുൻകാലങ്ങളിലെ പല ഫോട്ടോഗ്രാഫർമാരും നമ്മൾ പറയില്ലേ വരി തെറ്റിപ്പോവാന്ന് പറയുന്നില്ലേ, ആ ഒരു തെറ്റിപ്പോവാനുള്ള പലരും ഈ തൊഴിൽ ഉപേക്ഷിക്കാനുള്ള കാരണം പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ലോകത്തേക്ക് വന്നപ്പോൾ അതൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും ഇതൊന്ന് വിട്ടുപോയിട്ടുണ്ട് ഡിജിറ്റൽ കാലഘട്ടം വന്നതോടെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന കൃത്യമായിട്ട് അപ്ഡേഷൻ എന്തൊക്കെ വരുന്നു എന്നുള്ളത് നടപ്പിലാക്കാൻ വേണ്ടി ഫോട്ടോ ഫെസ്റ്റ് പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംഘടന മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം, ഫോട്ടോ ഫെസ്റ്റിൽ ഏറ്റവും പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് ഓരോ ഫോട്ടോഗ്രാഫിനെയും തൊഴിലെടുക്കുന്നതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടന മുന്നോട്ട് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. CCTV ന്യൂസ് തളി. പട്ടാമ്പിയിൽ KSSPUവിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ദിനാചരണം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഭാര്യ പറയുന്നത് അച്ഛൻ ഇനിയിപ്പോൾ ഈ ഓണത്തിനും പിന്നെ വിഷുവിനൊക്കെ ഇങ്ങോട്ട് വരുമോ, അത് വീടുണ്ടാവില്ല, അതും വേണ്ടാന്ന് പറയും. അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ അച്ഛനോട് നിൽക്കണം, അതിങ്ങനെ ശരിയാക്കിയാൽ അത് പറയിക്കാൻ പറയാം. അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ഇയാൾ തിരിച്ചു ചെല്ലുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനുമായിട്ട് അച്ഛനിങ്ങനെ വളരെ സൗഹൃദത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി, എങ്ങനെയാണ് അച്ഛൻ പോയപ്പോൾ ഇയാൾ എങ്ങനെയാണ് അച്ഛനെ പരിചയം. അപ്പോൾ അയാൾ പറഞ്ഞു, അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പരിണാമ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ, AP മുരളീധരൻ, MK രാധ, M രാമചന്ദ്രൻ, M അച്യുതൻ, N ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU വള്ളത്തോൾ നഗർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. ചെറുതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നാടക സംവിധായിക ശ്രീജ അറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. KSSPU ബ്ലോക്ക് മെമ്പർ KT രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ നേതാക്കളായ ഗോവിന്ദൻ TU, പ്രസന്ന, കലാമണ്ഡലം സുകുമാരൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സംഘടനയിലെ 75 വയസ്സ് തികഞ്ഞ വയോധികരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി ജാഫർ സ്വാഗതവും MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. സയന്റിസ്റ്റും എഴുത്തുകാരും ദാർശനികനും ഫിലോസഫറൊക്കെ ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള അദ്ദേഹം വളരെ ചെറുപ്പത്തിലാണ് മരിക്കുന്നത്. അധികം പ്രായം തവണേന് മുമ്പ് മരിച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയെന്ന് നമുക്കൊക്കെ അറിയാം.
അദ്ദേഹത്തിന് ഈ പേരിൽ മാത്രമാണ് അനങ്ങിയിരുന്നത്. അപ്പോൾ കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ നെറ്റിലൊക്കെ നോക്കി ഇഷ്ടംപോലെ കിട്ടും. അതിൻ്റെ എന്താ വെച്ചാൽ ഞാനത് കൂടുതൽ വായിച്ചിരുന്നു. അത് മാത്രമല്ല എൻ്റെ ഒരു അകന്ന ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്, ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. ഈ ടൈം സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രബന്ധമുണ്ട്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ്, പരമേശ്വരേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഞാനത് എനിക്കത് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് വായിക്കാൻ കൊണ്ടുവന്ന് വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനതിന് ശേഷം ഇങ്ങനെ ശിവഭോക്സിനെ സ്ഥിരമായിട്ട് ഫോളോ. പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം, ക്ലീൻ പരുതൂർ എന്നിവയുടെ ഭാഗമായി ഗാർബോളജി ക്ലാസ് സംഘടിപ്പിച്ചു. കൊടുമുണ്ട ഹൈസ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, രജനി ചന്ദ്രൻ, ശിവശങ്കരൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഗീത തങ്കം, ഗ്രീൻ വേവ്സ് കോർഡിനേറ്റർമാരായ അർജുൻ, ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോമംഗലം സൗഹൃദ കൂട്ടായ്മയുടെ 15ാം വാർഷികാഘോഷം നടന്നു. കോമംഗലം പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശശീന്ദ്രൻ പുത്തൻവീട്ടിൽ അധ്യക്ഷനായി. സുന്ദരൻ KV, വസന്തകുമാരി, രേവതി വേണു, ജയപ്രകാശ് KV, C രവി, സുജിത C, ഷീജ NP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. കപ്പൂർ ചേക്കോട് മില്ലിന് സമീപം യുവാവിനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാളൂർ കണ്ണത്ത് ഞാലിൽ 46 വയസ്സുള്ള സിദ്ദിഖാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ പ്രദേശവാസികളാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നടത്തി. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.